ഹായ്. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് ഞാൻ ഏത് ആപ്ലിക്കേഷനിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ പറയുന്നത്. ഇത് മാത്രമല്ല, ഞാൻ അത്യാവശ്യം എൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഞാനാണ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാറുള്ളത്. സഹായം വേണ്ട, ഒരാളോട് ചോദിക്കണ്ട. സ്വന്തമായിട്ട് നമുക്കിപ്പോൾ യൂട്യൂബിൽ ഇടാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷനും ഈ ഒരു കുറച്ച് ബേസിക് കാര്യങ്ങളും അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വീഡിയോസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, അതൊന്ന് കണ്ടത്. ഹായ് ഓൾ. അപ്പം ഇന്ന് ഈ വീഡിയോ ഇൻഷോട്ടിലെ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അത്യാവശ്യം അറിയുന്നവർ ഇത് സ്കിപ്പ് ചെയ്തിട്ട് പോവാം. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ്. ഇൻഷോട്ട് നമുക്ക് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആട്ടോ. ഇത്രയും ഫ്രീ ആയിട്ടുള്ളൊരു ആപ്പ് വേറെ ഇല്ല. പിന്നെ കുറച്ചൊക്കെ നമുക്കത് കിട്ടാത്തതുണ്ട്, പക്ഷേ നമുക്ക് ആവശ്യമുള്ളതൊക്കെ അതിൽ തന്നെ ഉണ്ട്. ഇൻഷോട്ട് ഇതാട്ടോ. അപ്പം ഇതിനകത്ത് വീഡിയോ ഉണ്ടോ, ഇതിനെ നമ്മൾ ന്യൂ എടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോയോ ഫോട്ടോയോ എന്ത് വേണമെങ്കിൽ നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതാ ഇങ്ങനെ ഒരു ഇത് കാണും. അപ്പോൾ നമുക്ക് റേഷ്യോ, സൂം, ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ട് നമുക്കിപ്പോൾ റേഷ്യോ ഏത് വേണോ അതൊക്കെ നമുക്കിതാ ക്യാൻവാസിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇനി ഇതിൽ നമുക്കിങ്ങനെ സൗണ്ട് ആഡ് ചെയ്യാം. അത് നമുക്ക് ഓൾറെഡി വീഡിയോൻ്റെ അകത്തുള്ളൊരു സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂസിക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിത് എഫക്റ്റ് പോയിട്ട് എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ടാവും. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ നമ്മുടെ സൗണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഞാൻ പറയുന്നത് ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ ഞാനിപ്പോൾ എൻ്റെ അടുത്തൊരു സ്റ്റൈലിഷ് ഫോണ്ട് ഉള്ളതിനെ കൊണ്ട് അതിലുള്ള ടെക്സ്റ്റ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തത്. വേറെ ടെക്സ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന്. ഇതിൽ ടെക്സ്റ്റിൽ അതാ അവിടെ കാണുന്ന കളേഴ്സിൻ്റെ അടുത്ത് കാണുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ടെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇല്ലാത്തവർക്ക് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റ് ഓപ്ഷനും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ബോർഡർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ടി കൂട്ടാനൊക്കെ, കുറച്ചും കൂടി കട്ടി കൂട്ടാനും ഒക്കെ നമുക്ക്. പക്ഷേ കളർ കൊടുക്കരുത് കേട്ടോ. കളർ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, നമുക്ക് ആ ടെക്സ്റ്റ് വായിക്കാൻ പറ്റാത്തൊരു രീതിയിലായി പോവും. അത് വേണ്ട. അതിനകത്തുള്ള ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് കൂട്ടിയും കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് കട്ടി കൂടും. പിന്നെ നമുക്ക് ഷേഡൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫോണ്ടിനനുസരിച്ച് കട്ടി കൂട്ടി അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഗ്ലോയിൽ ഈ സെക്കൻഡ് വണ്ണ് അത് അടിപൊളിയാട്ടോ. നിങ്ങൾ നോക്കി നോക്ക്, ആ ഒരു അത് നമുക്ക് കൂട്ടുമ്പോൾ തന്നെ എത്ര നല്ല രസമാണ് ആ ഒരു ഫോണ്ടിന് വരുന്നത്. ഇതാണ് ഞാൻ അധികവും യൂസ് ചെയ്യാറുള്ളത്. ഈ സോങ്ങിൻ ലൈൻസൊക്കെ നമ്മൾ ഓരോ പാട്ടിൻ്റെ വരികളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒക്കെ നമുക്കിത് ഇതായിക്കോട്ടെ. പിന്നെ ഇതാ ഈ ഒരു ടൂൾ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഫോണിൻ്റെ ഈ കാണിക്കുന്ന പോലെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല അത് ഫോണ്ടിനൊരു ട്രാൻസിഷൻ കിട്ടുന്നൊരു എഫക്റ്റാണ് കേട്ടോ. ഇത് നല്ല എന്താ പറയുക, നമ്മൾ ഈ സോങ്ങിനൊക്കെ ഈ ലൈൻസൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് നല്ല ഉപയോഗമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അത് കൊടുക്കാം. ഇനി സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ കണ്ടില്ലേ, ഇത് നമുക്ക് നമ്മുടെ വീഡിയോസിന് കട്ട് കൊടുക്കാം. എവിടെയൊക്കെ നമുക്കത് ഒരു ട്രാൻസിഷൻ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ആ വീഡിയോസിന് കട്ട് ചെയ്തതിനൊക്കെ നമുക്ക് എഫക്റ്റ് കൊടുക്കാം. ഞാൻ ബ്ലർ എന്നുള്ള ഓപ്ഷനിൽ സർക്കിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആട്ടോ കൊടുത്തിട്ടുള്ള. അത് എനിക്ക് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു എഫക്റ്റാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്, ഫിലിം, ഫീഡ്, നിങ്ങൾക്കത് നോക്കിയാൽ തന്നെ ഒരുപാട് കാണാം. ഞാനിപ്പോൾ ഇതിലെല്ലാം ഒന്നും കാണിക്കുന്നില്ല. നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പം അത്യാവശ്യം എല്ലാ എഫക്റ്റും എങ്ങനെയാണ് ഉള്ളതെന്നെങ്കിലും നിങ്ങൾ നോക്കി വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസിനൊക്കെ ഏത് എഫക്റ്റ് നമുക്ക് യൂസ് ചെയ്താൽ ഭംഗി ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയ കേട്ടോ. നമ്മളധികം ഒരു വീഡിയോൻ്റെ മുകളിൽ തന്നെ നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ വേറൊരു വീഡിയോ കാണല്ലേ, അതിന് ഈ ഒരു ഓപ്ഷനാട്ടോ വേണ്ടത്. ഞാൻ വേറൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, നോക്കിക്കൊണ്ടേ. അത് നമുക്കതിൽ കട്ടൗട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. കുറച്ച് നീക്കിയാൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് കിട്ടും. നോക്കുക, കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ടെക്സ്റ്റ് നമുക്കിതുപോലെ ഓൾറെഡി നമ്മൾ ഈ ഇൻഫിനിറ്റ് പെയിൻറ്ററിലൊക്കെ ചെയ്യുന്ന ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യാൻ ഈ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മൾ സ്പീഡായിട്ട് നോക്കുന്നത്. സ്പീഡ് നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ കൂട്ടുക, കുറയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റംസ് ചെയ്തിട്ട് എടുക്കാം. അതിനുള്ള ഓപ്ഷനാണ് ഈ കർവ്. കണ്ടോ, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അങ്ങോട്ട് കൂട്ടുക, കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ കർവിൽ നമുക്ക് ആ ഒരു പ്രീസെറ്റ് കണ്ടില്ലേ, പ്രീസെറ്റിൽ നമുക്ക്
അത്യാവശ്യം ഓൾറെഡി അവർ ചെയ്ത് വെച്ച സാധനമുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ആ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഇൻഷോട്ടിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും നല്ല പ്രീസെറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. കാരണം അത്ര സ്മൂത്തായിട്ട് എനിക്ക് തോന്നില്ല മറ്റേ നമ്മൾ കസ്റ്റം ചെയ്യുമ്പം. ഇടയ്ക്ക് നമുക്കൊരു ട്രാൻസിഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആനിമേഷനിൽ ഇതിനകത്ത് ഒരുപാട് എഫക്റ്റ് ഉണ്ട് കേട്ടോ ആനിമേഷനിൽ. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി നോക്ക്. ഈ അടുത്തായിട്ടോ ഞാൻ ഈ ഇൻഷോട്ടിൽ ഈ സ്പീഡിൽ നമുക്ക് കസ്റ്റം ചെയ്തിട്ട് നമുക്ക് സ്ലോമോ ചെയ്തെടുക്കാൻ പറ്റുന്ന അറിഞ്ഞത് ഞാൻ ഈ അടുത്ത. ചിലപ്പോൾ ഇതിന് മുന്നേ ഓപ്ഷൻ ഉണ്ടാവും, പക്ഷേ ഞാൻ ആദ്യം എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് അപ്ഡേറ്റ് ആയതിനു ശേഷം തോന്നുന്നു എനിക്കിത് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഓപ്ഷൻ ക്യാപ്കട്ടിലുള്ള സെയിം സാധനം തന്നെ കേട്ടോ. പക്ഷേ ക്യാപ്കട്ടിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു സ്മൂത്ത്നെസ് തോന്നുന്നുള്ളത് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ക്യാപ്കട്ട് കിട്ടാത്തവർക്ക് ഇതായാലും അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ അത് നമ്മൾ ചെയ്യുമ്പം പിന്നെ നമ്മൾ സ്വന്തമായിട്ട് കസ്റ്റം ചെയ്യുമ്പം വലിയൊരു നല്ലൊരു സുഖം കിട്ടുന്നില്ല. ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് എഫക്റ്റ് ഉണ്ട്. അത് തന്നെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അത്യാവശ്യം നല്ല തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ആനിമേഷനിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പം നമുക്കിതിൽ വീഡിയോസിൽ നമുക്ക് കുറേ ആനിമേഷൻസ് എൻ്റെ ഫാമിലിയിലൊക്കെ ഞാൻ തന്നെയാണ് അധികവും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാറുള്ളത്. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ മക്കളുടെയോ അല്ലെങ്കിൽ ആരുടെയൊക്കെ ബർത്ത്ഡേക്കൊക്കെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാളെ സഹായം തേടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഈ ഇൻഷോട്ട് ഫ്രീയും ആണ്. അപ്പം നിങ്ങൾക്ക് വലിയ പാടുമില്ല അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പ്ലേ സ്റ്റോറിൽ അവൈലബിളും ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്തുള്ള എല്ലാ എഫക്റ്റും പിന്നെ ഒന്ന് കണ്ടു വെക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഒരു വീഡിയോ ചെറിയ ഫോട്ടോ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓരോ എഫക്റ്റൊക്കെ ആഡ് ചെയ്താൽ തന്നെ നല്ല ഭംഗിയുണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.